വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ സ്റ്റുഡിയോ മലയാളം. ഇവർക്കും ഫുട്ബോൾ സ്റ്റുഡിയോ മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയ ISLൻ്റെയും അതുപോലെ തന്നെ ഇന്നലെ നടന്ന സൂപ്പർ കപ്പിൻ്റെ ഫൈനലിനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോ എടുക്കാം. ഈ സീസണിലെ ആദ്യ കപ്പ് ഉയർത്തി ഈസ്റ്റ് ബംഗാളിന് നല്ല വരവേൽപ്പാണ് FC നല്ല വരവേൽപ്പാണ് ബംഗാളിൽ ലഭിച്ചിട്ടുള്ളത്. ആരാധകരുടെ ഭാഗത്തു നിന്ന് നല്ല റെസ്പോൺസാണ്, നല്ല രീതിയിലുള്ള വരവേൽപ്പാണ് ഈസ്റ്റ് ബംഗാൾ FC ഫുട്ബോൾ ക്ലബിന് ലഭിച്ചിരിക്കുന്നത്. ഇന്നലെ നടന്ന മത്സരത്തിൽ എക്സ്ട്രാ ടൈം വരെ മത്സരം നീണ്ടിരുന്നു. പെനാൽറ്റി ഷൂട്ടൗട്ട് വരെ നീണ്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ കൂടി എക്സ്ട്രാ ടൈം വരെ നീണ്ടിരുന്നുള്ളൂ. 110-ാം മിനിറ്റിലെ ക്ലേറ്റൻ സിൽവയുടെ ഗോൾ വഴി 2-3 എന്ന ഒരു സ്കോറിൽ ഈസ്റ്റ് ബംഗാൾ FC സൂപ്പർ കപ്പിൻ്റെ ഫൈനലിൽ വിജയിച്ച് കയറുകയായിരുന്നു. അതോടുകൂടി തന്നെ അടുത്ത ഏഷ്യൻ കപ്പിൽ യോഗ്യത നേടിയിരിക്കുകയാണ് ഈസ്റ്റ് ബംഗാൾ FC. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടുള്ള പെപ്രയ്ക്ക് പകരക്കാരനായി ജസ്റ്റിനെ കൊണ്ടുവരുമെന്ന് ഒക്കെ നമ്മൾ റൂമർ ലഭിച്ചപ്പോൾ ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. ജസ്റ്റിൻ ഇമ്മാനുവൽ തിരികെ വരികയാണ്. ഇപ്പോൾ ഗോകുലം കേരള ജസ്റ്റിൻ ഇമ്മാനുവലിൻ്റെ ഇപ്പോൾ കളിച്ചുകൊണ്ടിരുന്ന ടീമിൽ ആയിരുന്ന ഗോകുലം കേരള ഇപ്പോൾ റിലീസ് ചെയ്തതായിട്ട് ഒഫീഷ്യലായി അറിയിച്ചിട്ടുണ്ട്. ജസ്റ്റിൻ ഇമ്മാനുവൽ, ടാങ്കി പോസ്റ്റ് ഒക്കെ ഗോകുലം കേരളപ്പെട്ടിട്ടുണ്ട്. ഇതോടുകൂടി തന്നെ ഏകദേശം ബ്ലാസ്റ്റേഴ്സ് കൺഫേം ചെയ്ത് കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരികെ വരാൻ പോവുകയാണെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഇനി ഒഫീഷ്യൽ വാർത്തകൾക്കായി കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും മറ്റൊരു വീഡിയോ കണ്ടുകൂട്ടാം. സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ പറയണം. മറ്റൊരു വീഡിയോ കണ്ടുകൂട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.